നിങ്ങളിപ്പോൾ ഈ കാണുന്നത് രേണുസുതിയുടെ 2.5 ലക്ഷത്തിൻ്റെ മരുന്നിൻ്റെ ബില്ലാണ്. ഇത് മറ്റൊരു ബില്ല്. നമുക്ക് രണ്ടും കൂടെ തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലോ? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഭയങ്കര ഒരു കോൺട്രവേഴ്സി സാധനം നടന്നുകൊണ്ടിരിക്കുന്നത്, രേണുവിൻ്റെ മരുന്നിന് 2.5 ലക്ഷം രൂപ വിലയുണ്ടെന്ന് പ്രിയ അനീഷ് വ്ലോഗ് പറയുന്നുണ്ടായിരുന്നു, പ്രിയ മെയിൻ സ്ട്രീം 1 പറയുന്നുണ്ടായിരുന്നു, പ്രിയ രേണു തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പല ആളുകളും ഈ മരുന്നിന് അത്രയും വിലയൊന്നും ഇല്ലടേ, ഇത് നമുക്ക് 5000 രൂപ കിട്ടുന്ന സാധനം എന്നും പറയുന്നുണ്ടായിരുന്നു. അല്ല, ഇത് ഇത്രയും വില ഉണ്ടെന്നും പറയുന്ന രണ്ട് വിഭാഗം ആളുകൾ മാറിയും തിരിഞ്ഞ് നിന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഇന്നലെ വൻ കോമഡി. ഞാൻ ഭയങ്കര റിസർച്ചൊക്കെ ചെയ്ത് ഈ മരുന്നിൻ്റെ പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് ഈ മരുന്നിൻ്റെ പേര് ഞാൻ ഷെഡ്യൂളൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങി. രാവിലെ 7 മണിക്ക് വീഡിയോ റിലീസായി. ഞാൻ എനിക്ക് നോക്കുമ്പോഴത്തേനും രേണുവിൻ്റെ ചേച്ചി തന്നെ ഇതാണ് ആ മരുന്ന് എന്നും പറഞ്ഞുകൊണ്ടിട്ടേക്കുന്നു. ഒരു ദിവസം താമസിച്ച് ചെയ്തുകൂടായിരുന്നു. ഓക്കെ, നമുക്ക് രേണുവിൻ്റെ ചേച്ചിയുടെ മരുന്നിനെ കുറിച്ച് പറയുന്ന വീഡിയോയിലേക്ക് ഡയറക്റ്റ് അങ്ങ് പോകാം. കൂടുതൽ ലാഗ് അടിപ്പിച്ച് കൊളാക്കുന്നത് നമുക്ക് നേരെ അങ്ങ് പോകാം. ബ്രസ്റ്റ് ക്യാൻസർ അതിൽ HER2 പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. അപ്പോൾ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ ആണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷനാണ് ഫെസ്കോ 600 mg. ഓക്കെ, ഇതാണ് ആ മരുന്ന്. അപ്പോൾ HER2 ക്യാൻസറാണ്, HER2 പോസിറ്റീവ് ക്യാൻസറാണ്. ഈ സാധനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള മെഡിസിനാണ് ഈ സാധനം. കീമോയ്ക്ക് മുമ്പ് പോയി ഈ കുഞ്ഞു ഡപ്പയ്ക്കകത്തു നിന്ന് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. 2,57,000 എന്താണാണ് വില വരുന്നത്. അപ്പോൾ ഈ മെഡിസിൻ മേടിക്കാൻ രേണു കോട്ടയത്തു നിന്ന് തിരുവനന്തപുരം വരെ രേണു പോയി മേടിച്ചുകൊണ്ട് വരണം. ഇവരവിടെ പോയി മേടിച്ചുകൊണ്ട് വരുന്നത് അതാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു ഇഞ്ചക്ഷൻ ആണ്. കാരണം ഇത് ഓരോ കീമോ ചെയ്യുമ്പോഴും കീമോയ്ക്ക് മുൻപായിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ചേച്ചി എന്താ മരുന്നിന്റെ വില തിരിച്ചു കാണിക്കാൻ, MRP തിരിച്ചു കാണിക്കാൻ? ഈ മെയിൻ സ്ട്രീം 1 പോലത്തെ അനീഷ് വ്ലോഗ് പോലത്തെ ചാനലുകൾക്ക് കൊടുത്ത എന്തുകൊണ്ട് അതിന്റെ വില നമ്മളെ കാണിച്ചിട്ടില്ല? ഇനി ഇത് മാത്രമല്ല, ഈ രേണുവിന്റെ ചേച്ചി ഇതിന്റെ ബില്ല് കാണിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. അത് കണ്ടിട്ടാണ് പരിപാടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പ്രൈസും ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ടോ? ഓക്കെ, ഇതാണ് രേണുസുതിയുടെ 2,00,000 സംതിങ് രൂപയുടെ ബില്ലെന്ന് പറയുന്നത്. ഇതിനകത്ത് ബില്ല് എമൗണ്ട് വന്നിരിക്കുന്നത് 2,02,628 രൂപ 50 പൈസ. 325 ശരിയാ, കറക്റ്റാണ്. അപ്പോൾ 2,06,000 രൂപയാണ് ബില്ല് വരുന്നത്. 57,000 രൂപ വേവ് ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്ത ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഈ ഇത്രയും ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിൻ മനുഷ്യൻ്റെ ലൈഫ് സേവർ ആണെങ്കിൽ അത് പാവങ്ങളിലേക്ക് എത്തിക്കാൻ പല മെത്തേഡുകളും കാണും. അതായത് ഗവൺമെൻറ് പല പദ്ധതികളും ഉണ്ടാവും. ഗവൺമെൻറ് പല രീതിയിൽ ഇത് ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്തും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഈ മെഡിസിൻ പല ഹോസ്പിറ്റലുകളിലും സൗജന്യമായിട്ട് എത്തിക്കുന്നുണ്ട്. 17% മുതൽ ഡിസ്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 15 മുതൽ 17% വരെ പല ക്ലിനിക്കുകളിലും പല ഫാർമസികളിലും ഈ മെഡിസിന് ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ രേണു ഈ ഇലക്ഷൻ സമയത്ത് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി ഉപയോഗിക്കുന്നത് മറ്റേ നമ്മൾ മണ്ണെണ്ണയും പച്ചരിയും പഞ്ചസാരയും ഒക്കെ റേഷൻ കടയിൽ നിന്ന് മേടിക്കും, നമ്മൾ പാവപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ രേണുവിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് രേണുവിന് ആ ഒരു മെഡിസിൻ കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ രേണുവിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അതല്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും ഹൈലി എക്സ്പെൻസീവ് മെഡിസിൻ രേണുവിനെ പോലെ സെലിബ്രിറ്റി അല്ലാത്ത ഒരു സാധാരണക്കാരന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ കിടന്ന് ചത്തോട്ടെ എന്ന് നമ്മുടെ ഗവൺമെൻറ് വിചാരിക്കുമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അപ്പോൾ ഇത്രയും കോസ്റ്റിന് അതിന് ഒരു സപ്പോർട്ട് ഒരു തരത്തിലും വരില്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ബാക്കി കേൾക്കാം. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2,00,000 സംതിങ് ആണ് ഇതിൻ്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇന്നും അവർ പറയുന്നത് കേട്ടു ഈ ഇഞ്ചക്ഷൻ 5,000 രൂപയ്ക്ക് കിട്ടുമെന്ന്. എവിടാണ് ഈ 5,000 രൂപയ്ക്ക് ഇഞ്ചക്ഷൻ കിട്ടുമെന്ന് അതൊന്ന് അറിയിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും.
ഓക്കെ, ഞാൻ ഇന്ന് രാവിലെ ഇട്ട എൻ്റെ വീഡിയോയ്ക്കകത്ത് ഈ മെഡിസിൻ ഏതാണെന്ന് പറയുന്നുണ്ട്. ഈ മെഡിസിന് ഈ ബ്രസ്റ്റ് ക്യാൻസറിന് യൂസ് ചെയ്യുന്നൊരു മെഡിസിൻ തന്നെയാണ്. ഈ മെഡിസിൻ്റെ വില എന്ന് പറയുന്നത് MRP വില എന്ന് പറയുന്നത് 2,57,000 സംതിങ് തന്നെയാണ്. പക്ഷേ MRP എന്ന് പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസാണ്. അതിൽ നിന്നും പല ഷോപ്പുകളും പല തരത്തിലുള്ള ഡിസ്കൗണ്ടുകളും കൊടുക്കും. ഇത്രയും വില കൂടിയ മരുന്നായതുകൊണ്ട് സാധാരണക്കാരന് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്ന് സാധാരണക്കാരന് ഈ രോഗം വരണ്ടേ, ഇത് കാശുകാരന് വരണം എന്നൊന്നും രോഗം തീരുമാനിക്കത്തില്ലല്ലോ. അപ്പോൾ പാവപ്പെട്ട സാധാരണക്കാരനായ ഒരുത്തിന് വന്നാലും ഈ മെഡിസിൻ പല സബ്സിഡികളും ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ടെക്നോളജി ഉണ്ട്. ഇനി രേണുവിൻ്റെ ഈ ബില്ല് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ആൾക്കാർക്ക് ഫേക്ക് ആണെന്ന് തോന്നാനുള്ള കാരണം ഇത് രേണുവിൻ്റെ ചേച്ചി കാണിച്ച ബില്ലാണ്. ഈ ബില്ലിനകത്ത് DL നമ്പർ 2 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ, എന്നിട്ട് DT എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് 13/11/2001 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 13/11/2001 എന്ന് പറയുന്നത് ഇവരുടെ ഡ്രഗ് ലൈസൻസ് ഡേറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരുത്താട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പലയിടത്തും ഈ ഡേറ്റ് രേണുവിൻ്റെ ചേച്ചി പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. രേണുവിൻ്റെ രേഷ്മ പി തങ്കച്ചൻ 34 വയസ്സെന്നുള്ള പേര് മാത്രം ഈ ബെട്ടബിലൂടെ കാണുന്ന പോലെ പിടിച്ചിരിക്കുന്നത്. ബാക്കി അതിൻ്റെ വൈറ്റൽ ഇൻഫർമേഷൻസ് എല്ലാം പുള്ളിക്കാരി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ മെഡിസിൻ ഇത് തന്നെയാണ്, ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് പുള്ളിക്കാരി ചെയ്തൊരു സാധനം. ഇനി ഇതിനകത്ത് നോക്കുമ്പോഴത്തേനും രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള ഫോണ്ട് ഇച്ചിരി ഫോണ്ട് മാറ്റമുണ്ടോ, ഫോണ്ട് വ്യത്യാസം ചെറുതായിട്ടുണ്ടോ? ഓക്കെ, ഇത് മറ്റൊരു മെഡിസിനാണ്. ഇപ്പം നിങ്ങൾ ഈ കണ്ട ഇതേ മെഡിക്കൽ ഷോപ്പിൽ പോയി അല്ലെങ്കിൽ ഇതേ മെഡിക്കൽ കോളേജിൽ പോയി മേടിച്ചിട്ടുള്ള ഒരു ബില്ലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനകത്ത് ഡേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 13/11/2001 എന്നുള്ള അവരുടെ ബിൽ ഡേറ്റ് അതിനകത്ത് ഡ്രഗിൻ്റെ ലൈസൻസ് ഡേറ്റ് അതിനകത്ത് കാണാൻ പറ്റും. സോ അത് ഉടായ്പല്ല, അത് ഡ്രഗ് ലൈസൻസ് ഡേറ്റ് ആണ്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, പേഷ്യൻ്റ് നെയിം കണ്ടോ, പേഷ്യൻ്റ് നെയിം ബോൾഡ് ലെറ്റേഴ്സിലല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ പേഷ്യൻ്റ് നെയിം ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും ഉടായ്പുണ്ടോയെന്നറിയില്ല. 2026 എന്നുള്ള ആ ഒരു ഡേറ്റ് വർഷം മാത്രം നമുക്ക് കാണാം. ബാക്കിയെല്ലാം രേണുവിൻ്റെ ചേച്ചി പൊത്തിപ്പിടിച്ചിരിക്കുന്നു. നോർമലി നമ്മൾ ഒരാളൊരു ബില്ല് കാണിക്കുമ്പോൾ നമ്മളെടുത്തിട്ടേ ഇതാണ് സാധനം കാണിക്കുന്നത്. അതിന് പകരം ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമോ? ഇവിടെ ഒന്നുമില്ല, വെള്ള ഭാഗത്തെ കാണിക്കുക, മറ്റേ പേര് പൊത്തിപ്പിടിക്കുക. ആ സെറ്റപ്പ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ രേണുവിൻ്റെ ചേച്ചി പിടിച്ചേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റൽ ഇൻഫർമേഷൻ രേണുവിൻ്റെ പേരും മറ്റേ ഡേറ്റും കാര്യങ്ങളെല്ലാം പൊത്തിപ്പിടിക്കുകയും ഓപ്പോസിറ്റ് സൈഡിൽ വെള്ള മാത്രമുള്ള ഭാഗം അങ്ങ് മാറ്റി പിടിക്കുകയും ചെയ്തു. ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ മെഡിസിൻ ശരിക്കും ഉള്ളതാണ്. ഈ മെഡിസിൻ ഇത്രയും വിലയാകും. ഇത് പല മുഖേന പലതരത്തിലുള്ള ഡിസ്കൗണ്ടുകൾ ആപ്ലിക്കബിൾ ആയിട്ടാണ് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിനകത്ത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അവർ അത്രയും കോസ്റ്റ്ലി മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻസ് ഉപയോഗിക്കട്ടെ, അവരുടെ അസുഖം പെട്ടെന്ന് മാറട്ടെ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ചാനലിലും അനീഷ് വ്ലോഗും 2,57,000 രൂപ അങ്ങനെ സംതിങ് എമൗണ്ട് ഉള്ള MRP ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇവർ ശരിക്കും ഈ ബില്ല് പ്രകാരം ഇവർ ഈ മെഡിസിൻ മേടിച്ചത് 2,02,628 രൂപയ്ക്കാണ്. പക്ഷേ ഇവർ MRP എന്ന് പറഞ്ഞ് പുറത്ത് വിട്ടത് 2,50,000 രൂപയാണ്. എന്നിട്ട് ജനങ്ങളിലേക്ക് 2,50,000 രൂപയുടെ മെഡിസിനാണ് രേണു ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സാധനം ഇട്ടു കൊടുത്തു. ആൾക്കാരെന്താ ചോദിക്കുന്നത്, 2,57,000 രൂപ പാവം കൊച്ച് എടുത്തു. ഇതിനകത്ത് തന്നെ ഒരു 1,00,000 അവർക്ക് ലാഭം വന്നിട്ടുണ്ട്. അത് പറയത്തില്ല, നമ്മൾ പറയുമ്പോൾ ഒരു ഇച്ചിരി ചിക്കേറ്റ് പറയണമല്ലോ, എന്നല്ലേ ഇതിനൊരു വില ഉള്ളൂ. അതൊക്കെയാണ് സംഭവം. ഏതായാലും രേണുവിൻ്റെ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ പൊത്തിപ്പിടിച്ചിരിക്കുന്ന കൈയൊന്ന് മാറ്റി കാണിക്കേണ്ടതാണ്. എനിക്ക് ആ ഡേറ്റ് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ രേഷ്മ പി തങ്കച്ചൻ സാധനം എഡിറ്റിംഗ് ആണോ എന്ന് എനിക്ക് പേഴ്സണലി ഒരു സംശയമുണ്ട്. എൻ്റെ സംശയം മാത്രം കേട്ടോ, ചിലപ്പോൾ എഡിറ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. കാരണം ഇവിടുത്തെയും അവിടുത്തെയും ആ ഒരു കാര്യത്തിൻ്റെ മാത്രം ഫോണ്ട് വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ എമൗണ്ട് വന്നേക്കുന്നതും റൗണ്ടഡ് ടോട്ടൽ 76 എന്നുള്ള ഫോണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പുറത്ത് രേണുവിൻ്റെ വരുമ്പോഴത്തേനും റൗണ്ടഡ് ടോട്ടൽ എന്നുള്ളതിൻ്റെ ഫോണ്ട് ഇതൊക്കെ എന്തൊക്കെയോ ഒരു ചെറിയ തകരാറ് പോലെ. ഇത് ഒറിജിനലാണോ ഫോർജറി ചെയ്തതാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു മാർഗവുമില്ല. അതിപ്പോൾ അവർ തന്നെ വന്ന് പറയണം. ഇനി ഈ മെഡിസിൻ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഈ 2001 എന്നുള്ളത് ഇതിൻ്റെ ഡേറ്റാണ്, അല്ലെങ്കിൽ ആ ഡേറ്റ് മാറി ഈ ഡേറ്റ് മാറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ
കണ്ട മെഡിസിൻ ഉണ്ടല്ലോ, രേണുവിൻ്റെ ചേച്ചി കാണിച്ച മെഡിസിൻ, ഈ മെഡിസിൻ നിലവിൽ വന്നത്, അതായത് മാർക്കറ്റിലേക്ക് സെയിൽസിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജൂൺ 2020 അപ്പോൾ ഒരുപാട് പഴയ ഡേറ്റ്, 2001 ഡേറ്റിലെങ്കിൽ ഇങ്ങനെ ഒരു വരുന്നേ ഇല്ല. അപ്പോൾ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ അതൊക്കെ ഉള്ളതാണ്. ഇതിനകത്ത് മെയിൻ ഡൗട്ട് ഈ ബില്ലിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ ചെറിയ തകരാറുകൾ പോലെ. ഓക്കെ, പിന്നെ ഇത്രയും വലിയ എമൗണ്ട് ഒന്നും ഇതിനാകൂല്ലേ. ഈ മരുന്നുകൾക്കൊക്കെ ഇത്രയും വില ഉണ്ടെങ്കിൽ പോലും പലതരത്തിലുള്ള ക്ഷേമ പരിപാടികൾ, പല പ്രോഗ്രാംസും ഗവൺമെൻറ് അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഹോസ്പിറ്റലുകാർ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ഡിസ്കൗണ്ട്. ഇപ്പോൾ രേണുവിന് മാത്രം ഒരു ഡിസ്കൗണ്ടും ഇല്ല. 2,57,000 രൂപയുടെ മരുന്ന് രേണു 3 ലക്ഷം രൂപയ്ക്കാണ് മേടിച്ചേക്കുന്നത്. അങ്ങനെ ഒന്നും അല്ല സംഭവം. അപ്പോൾ ഇവർ പറയുന്നതിനകത്ത് ഒരു ഇത്തിരിയൊക്കെ സത്യമുണ്ട്, ഒരു ഇത്തിരിയൊക്കെ ചെറിയൊരു മസാല കുറച്ചൊക്കെ ചേർത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രേണുവിന് ചേച്ചി ഇത് ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ പിടിച്ച് കാണിക്കും, ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പുറത്ത് മറച്ച് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കാണിക്കാമോ? പേരും നാളൊന്നും ഇല്ലാത്തടം കാണിക്കുകയും പേരും നാളും ഉള്ളടമൊക്കെ പൊത്തിപ്പിടിക്കുകയും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് എഡിറ്റഡാണോ? ചില ഭാഗങ്ങളൊക്കെ ആകാനും അല്ലാതിരിക്കാനും സാധ്യത ഉണ്ടത്രേ. അതിലും ഈ ഡേറ്റ് എഡിറ്റഡല്ല, കാരണം ഡേറ്റ് ഒരിടത്തും വളരെ ഇൻറ്റൻഷനലി അവർ ഡേറ്റ് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. 2026 എന്നുള്ള സാധനം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അവരുടെ പേര് അവിടെ കാണുന്ന പോലെയും അതേപോലെ തന്നെ മരുന്നിൻ്റെ പേരും ഒരു മനഃപൂർവ്വമായിട്ട് ഹൈഡ് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഏതായാലും നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തു. നമ്മളിതിനെക്കുറിച്ച് വീണ്ടും ഒരു റിസർച്ച് എടുത്തിട്ട് വീണ്ടും വരാം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേരെ.